സ്മോക്കിംഗ് ഇൻ പ്രഗ്നൻസി. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് സ്മോക്കിംഗ് മാത്രമല്ല, പാസീവ് സ്മോക്കിംഗ് ഓർ സെക്കൻഡറി സ്മോക്കിംഗ്. സ്മോക്ക് ചെയ്യുന്ന ആളെ അല്ലാതെ അടുത്ത് നിൽക്കുന്ന ആൾക്കും വേറൊരാൾ സ്മോക്ക് ചെയ്താൽ അതും അമ്മയെയും, ഗർഭിണിയായ അമ്മയെയും കുഞ്ഞിനെയും അത് അഫക്റ്റ് ചെയ്യാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ സ്മോക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡിൽ അതിൻ്റെ ഇത് കലർന്നിട്ട് ബ്ലഡ് ഫ്ലോയെ അഫക്റ്റ് ചെയ്യും. അപ്പം ബ്ലഡ് ഫ്ലോ അഫക്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, കുഞ്ഞിന് മാസം തികയാതെ പ്രസവിക്കാം, ലോ ബെർത്ത് വെയിറ്റ് വരാം, അതുപോലെ തന്നെ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ അനോമലീസ് വരാം കുഞ്ഞിന്. അത് അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ ബ്ലഡ് ഫ്ലോയെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് BP വേണമെങ്കിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ പ്ലസന്റയ്ക്കാണെങ്കിൽ അബ്രപ്ഷ്യോ പ്ലസന്റ എന്ന് പറയും. പ്ലസന്റ നോർമൽ ഇരിക്കുന്ന പ്ലസന്റ വിട്ടുപോവുക, അല്ലെങ്കിൽ പ്ലസന്റ പ്രീവിയ, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം വരാം സ്മോക്കിങ്ങിന്റെ എഫക്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് സഡൻ ഇൻഫന്റ് ഡെത്ത് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് വയറ്റിൽ കിടന്ന് കുഞ്ഞ് മരിക്കുക, ഉണ്ടായിക്കഴിഞ്ഞ സഡൻ ഇൻഫന്റ് ഡെത്ത് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഇതെല്ലാം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. വേറൊന്ന് പറയുന്നത് ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്, നമ്മൾ തന്നെത്താൻ സ്മോക്ക് ചെയ്യേണ്ട, ഒരാൾ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പരിസരത്ത് നിന്ന് സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ വിൻഡോ തുറന്നിട്ടാലൊന്നും മാറില്ല. 3 to 5 hours വരെ അതിന്റെ എഫക്റ്റ് നിൽക്കും. അപ്പൊ അത് ശ്വസിക്കുന്ന അമ്മയ്ക്കും കോംപ്ലിക്കേഷൻസ് വരാം, കുഞ്ഞിനും കോംപ്ലിക്കേഷൻസ് വരാം. നമുക്കിത് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. അതുകൊണ്ടാണ് സ്മോക്കിംഗ് പർട്ടിക്കുലർ ഏരിയയിൽ മറ്റുള്ളവരുടെ എക്സ്പോഷർ ഇല്ലാണ്ട് അവിടെ നിന്ന് സ്മോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആൽക്കഹോളിസം പോലെ തന്നെ സ്മോക്കിങ്ങും. നമുക്ക് ഒരു അബ്നോർമൽ ബേബിയെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.